യുഎസിൽ കുറ്റവാളികളിൽ നിന്ന് പണം ഈടാക്കാതെ ജാമ്യം അനുവദിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഒരുങ്ങുന്നു. പണരഹിത ജാമ്യ സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചു. ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ തടഞ്ഞുവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് മറ്റൊരു എക്സിക്യൂട്ടീവ് ഉത്തരവിലും ഒപ്പുവെച്ചു. പണരഹിത ജാമ്യ സമ്പ്രദായം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി. കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പണം നൽകാതെ പുറത്തിറങ്ങി പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. വിഷയത്തിൽ 30 ദിവസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അറ്റോർണി ജനറൽ പാം ബോണ്ടിക്ക് ട്രംപ് നിർദ്ദേശം നൽകി. എന്താണ് പണരഹിത ജാമ്യ സമ്പ്രദായം എന്ന് നോക്കാം. കുറ്റകൃത്യത്തിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണയ്ക്ക് മുമ്പ് പണം കെട്ടിവെക്കാതെ ജാമ്യം അനുവദിക്കുന്ന രീതിയാണ് പണരഹിത ജാമ്യ സമ്പ്രദായം അല്ലെങ്കിൽ ക്യാഷ്ലെസ് ബെയിൽ പോളിസി. പരമ്പരാഗതമായി പണം നൽകി ജാമ്യം നേടിയ ശേഷം കൃത്യസമയത്ത് കോടതിയിൽ ഹാജരാകുന്ന പ്രതിക്ക് തുക തിരികെ ലഭിക്കും. പണം നൽകിയുള്ള ജാമ്യ സമ്പ്രദായം പാവപ്പെട്ടവരെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇത് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദം. പണമുള്ളവർക്ക് ജാമ്യമെടുത്ത് പുറത്തിറങ്ങാൻ സാധിക്കുമ്പോൾ പാവപ്പെട്ടവർ ജയിലിൽ കഴിയേണ്ടി വരുന്നു. എന്നാൽ ഇത് കുറ്റവാളികളെ പുറത്തിറക്കി വിടുന്നതിന് തുല്യമാണെന്നും കോടതി നടപടികൾ പാലിക്കപ്പെടാതെ പോകാൻ കാരണമാകുമെന്നും വിമർശകർ വാദിക്കുന്നു. 2021 പാസാക്കിയ സേഫ്റ്റി ആക്ട് സുപ്രീം കോടതി ശരിവച്ചതിനെ തുടർന്ന് 2023 പണം നൽകി ജാമ്യം നേടുന്നത് നിർത്തലാക്കിയ ആദ്യ സംസ്ഥാനമായി ഇല്ലിനോയ്സ് മാറിയിരുന്നു. നിലവിൽ ഇല്ലിനോയ്സിലെ ജഡ്ജിമാർ സാമ്പത്തിക സ്ഥിതിക്ക് പകരം പൊതുസുരക്ഷയും നാടുവിടാനുള്ള സാധ്യതയും അടിസ്ഥാനമാക്കിയാണ് ജാമ്യം അനുവദിക്കുന്നത്. ന്യൂജേഴ്സി, ന്യൂ മെക്സിക്കോ, വാഷിംഗ്ടൺ DC തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളും പണം നൽകിയുള്ള ജാമ്യത്തെ ആശ്രയിക്കുന്നത് കുറച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. കൊലപാതകം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പ്രതി നാടുവിടാൻ സാധ്യതയുണ്ടെങ്കിൽ ജഡ്ജിമാർക്ക് ജാമ്യം നിഷേധിക്കാം. പണരഹിത ജാമ്യം നടപ്പാക്കിയതിന് ശേഷം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇല്ലിനോയ്സിലെ നിയമത്തെക്കുറിച്ച് 2024 ലോയോല യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ നടത്തിയ പഠനത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ചില കൗണ്ടികളിൽ അക്രമങ്ങളിലും സ്വത്ത് കുറ്റകൃത്യങ്ങളിലും കുറവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രണ്ണൽ സെന്റർ ഫോർ ജസ്റ്റിസ് നടത്തിയ പഠനത്തിൽ 2015 2021 ഇടയിൽ 33 നഗരങ്ങളിൽ ജാമ്യ പരിഷ്കരണവും കുറ്റകൃത്യങ്ങളും തമ്മിൽ കാര്യമായ ബന്ധമില്ലെന്നും കണ്ടെത്തി. ട്രംപിന്റെ ഈ എതിർപ്പിന് കാരണം എന്താണെന്ന് നോക്കാം. ട്രംപ് ഭരണകൂടം പണരഹിത ജാമ്യ സമ്പ്രദായത്തെ എതിർക്കുന്നു. 2022 യോളോ കൗണ്ടി കാലിഫോർണിയ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് നടത്തിയ പഠനത്തിൽ കോവിഡ് സമയത്ത് താൽക്കാലികമായി നടപ്പാക്കിയ പണരഹിത ജാമ്യ സമ്പ്രദായത്തിൽ 595 പ്രതികളെ ഏപ്രിൽ 2020 മെയ് 2021 ഇടയിൽ വിട്ടയച്ചു. ഇതിൽ 70.6% പേരെ വീണ്ടും അറസ്റ്റ് ചെയ്തു. പകുതിയിലധികം പേരെ ഒന്നിലധികം തവണ അറസ്റ്റ് ചെയ്തെന്നും പറയുന്നു. ട്രംപിന്റെ ഉത്തരവ് നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുണ്ട്. പണം നൽകി ജാമ്യം നേടുന്നത് ദാരിദ്ര്യത്തെ ക്രിമിനൽവൽക്കരിക്കുമെന്നും നീതി ഉറപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പണരഹിത ജാമ്യത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ഇത് കുറ്റവാളികളെ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും സമൂഹത്തെ സംരക്ഷിക്കാൻ ഇത് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വിമർശകർ പറയുന്നു.